അവന്റെ കൂടെ പോയി നല്ല പോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവർ നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. അത് ഒരുപാട് ഊളകളുണ്ട്, അത് നിങ്ങൾ പറയാനൊന്നുമില്ല. അത് ഈ ഒരു വീഡിയോക്ക് വന്നിട്ട് നല്ല കമൻ്റ് ഇടും, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടും, എന്നിട്ട് നേരെ തിരിച്ച് അപ്പുറത്തെ വീഡിയോക്ക് പോയിട്ട് പോസിറ്റീവ് കമൻ്റ് ഇടും. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പൊക്കെ അപ്പുറം നെഗറ്റീവ് ഇടും. അത് അങ്ങനത്തെ കുറേ ഊളകളുണ്ട്. അവർക്ക് അങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ അങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. അങ്ങനത്തെ കുറച്ച് ഊളകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു. ഒളിച്ചോടിപ്പോയ ഷഹലയെയും കാമുകനെയും കണ്ടെത്തി എന്ന് സാർ പറഞ്ഞില്ലേ? അതെവിടെ നിന്ന് കണ്ടെത്തിയെന്ന് അറിയണ്ട നിങ്ങൾക്ക്? വാളയാർ ചെക്ക് പോസ്റ്റെന്ന്. അതങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇവരെന്താ വല്ല സ്പിരിറ്റോ മറ്റോ? കാരണം അന്നേരം ഒരു ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഈ സ്പിരിറ്റ് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഒരുപാട് കളവും കാര്യങ്ങളും നമ്പർ മാറ്റിയിട്ടല്ല അന്ന് ദിലീപ് അന്ന് സ്പിരിറ്റ് കടത്തി. അന്ന് ദിലീപ് ഒരു പടത്തിൽ അഭിനയിക്കുന്ന അവസരത്തിലാണ്. ഞാൻ എന്നിട്ട് ഇവരിങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റ് ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കരുതി, ഇവരെന്താ വല്ല സ്പിരിറ്റോ മറ്റോ ആണോ വാളയാർ ചെക്ക് പോസ്റ്റ് എന്ന് ഇവരെ കണ്ടുപിടിക്കാൻ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ, ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്ന് കിട്ടിയത്. അതിന് നമുക്കായിരിക്കും അവളെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടെന്നാണ്, അവൾ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് ഈ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്തതൊക്കെ ആ കാമുകൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഈ ഭർത്താവ് ഇതുവരെ 8 കൊല്ലമായിട്ട് ഇവളെ അടിച്ചിട്ടില്ല. അപ്പോൾ ആ അടി ആ കാമുകൻ്റെ അടുത്ത് നിന്ന് കിട്ടി. അപ്പോൾ അവളത് വാങ്ങാനായിട്ട് പോയതാണ്. ഈ സ്വന്തം ഭർത്താവ് തരാത്ത സാധനങ്ങൾ കാമുകൻ്റെ അടുത്ത് നിന്ന് കിട്ടി. അപ്പോൾ അത് വാങ്ങാൻ പോയതാണ്. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. കാരണം എനിക്ക് ഈ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്തതൊക്കെ എനിക്ക് എൻ്റെ കാമുകൻ തരുന്നുണ്ട്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീ ഇതുപോലത്തെ ഒരുപാട് കേസുകൾ നമ്മൾ യൂട്യൂബിലൂടെ തന്നെ കണ്ടതാണ്. അല്ല, ഈ രണ്ടാനച്ഛന്മാരായാലും കാമുകന്മാരായാലും ഈ ആദ്യം ഉണ്ടായ മക്കളെ കൊല്ലലും അടിക്കലും തല്ലലും മറ്റുള്ള ഉപദ്രവങ്ങൾ ചെയ്യലും. അതുകൊണ്ട് തന്നെ പറഞ്ഞ് അവൾ പോകുമ്പോൾ ആ കുഞ്ഞിനെ സ്വന്തം ഉപ്പാക്കോ അല്ലെങ്കിൽ അവളെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഉപ്പാരെ വീട്ടുകാർക്കോ ഏൽപ്പിച്ചിട്ട് പോയാൽ പോരെ? ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൊന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. അതങ്ങനെയല്ലേ പറയൂ? കൊന്നാലും ഞാൻ അവൻ്റെ കൂടെ പോകില്ല. കാരണം ഈ സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇനിയിപ്പോൾ അവൻ്റെ പേര് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, എന്നെ കൊന്നാലും ഞാൻ കാമുകൻ്റെ കൂടെ പോകുന്നില്ല എന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. അപ്പം നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കുമോ, അവർ പോവട്ടെ, അവർ വരട്ടെ, അവർ നന്നാവട്ടെ. അവർ എത്ര ആംഗളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആംഗളമാർ സ്വന്തം പൊരയിൽ വരെ ഉണ്ടാവില്ല. അത്രയും ആംഗളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീർന്നു. കാരണം ഇനി ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും ഇനിയെങ്കിലും നേർവയിൽ ജീവിച്ചു പോവാൻ വേണ്ടി ഇതുപോലുള്ള വിവരവും ബുദ്ധിയുമില്ലാത്ത മറ്റവന്മാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഊരി പോകാൻ നിൽക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ മതി. എവിടെ ഇനിയിപ്പം ഇവളെ ആദ്യത്തെ ഭർത്താവ് സ്വീകരിക്കും തോന്നുന്നില്ല. കാരണം ഇവൻ്റെ വിരിപ്പ് കാമുകൻ അലക്കും, പക്ഷെ കാമുകൻ്റെ വിരിപ്പ് ഒരിക്കലും സ്വന്തം ഭർത്താവ് അലക്കൂല. അപ്പം എന്ന് വെച്ചാൽ ഇനിയിപ്പം അത് അങ്ങനെ അലക്കിയാൽ തന്നെ ഇനി ആ ഭർത്താവിന് ഒരിക്കലും ഇവളൊരു വിശ്വാസം ഉണ്ടാവില്ല. കാരണം എന്നും അവർ ലീവ് കഴിഞ്ഞ് വീണ്ടും ഗൾഫിലേക്ക് പോകും. ആ ഗൾഫിലേക്ക് പോകുന്ന അവസരത്തിൽ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇനി ഇവൾ മറ്റുള്ള ആരെങ്കിലും കൂടെ പോകുമെന്ന് അവനക്കൊരു ഉറപ്പുണ്ടാവില്ല. അപ്പം എന്തായാലും സ്വന്തം ഭർത്താവിൻ്റെ വിരിപ്പ് ഏത് കാമുകൻ, ഈ കാമുകൻ എന്നല്ല, ഏതൊരു കാമുകനും അലക്കും. പക്ഷേങ്കിൽ ആ കാമുകന്മാരെ വിരിപ്പ് ഒരിക്കലും സ്വന്തം ഭർത്താവ് അലക്കൂല. അങ്ങനെ
അലക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ടാകും. പക്ഷെങ്കിൽ ഇയാൾ എന്തായാലും അന്നേരം അതിന് പറയുന്നത് വെച്ചാൽ എൻ്റെ മകനെ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞ ഒരാൾ ഒരിക്കലും ഇവളെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതുപോലെ ജീവിതത്തിൽ സുഖങ്ങൾ ഏറെ ഉണ്ടായ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു അമളിയായത്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുക. ഇതുപോലത്തെ അധോഗതി ഒരു സ്ത്രീകൾക്കും വരാതിരിക്കട്ടെ.